കറന്റ്ലി ഓൺഗോയിങ് ആയി പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്വീറ്റ് ബ്ലഡ് എന്ന കൊറിയൻ പീരിയലിന്റെ എപ്പിസോഡ് 3യുടെ എക്സ്പ്ലനേഷനുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുപിടിക്കുകയാണ്. സോ എന്റെ ചാനൽ ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സീരീസ് കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ചെയ്യണം എന്ന് ആവശ്യമുള്ളൊരു സീരീസ് കമന്റ് ചെയ്യുവാണെങ്കിൽ ഞാനത് എക്സ്പ്ലെയിനും ചെയ്ത് തരുന്നതായിരിക്കും. സോ അധികം വൈകാതെ നമുക്ക് എപ്പിസോഡ് 3ലേക്ക് കടക്കാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ഒരു കസ്റ്റമറിനെയാണ് കാണിക്കുന്നത്. അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ കോഫി മോശമാണെന്നും പറഞ്ഞിട്ട് അടിയുണ്ടാക്കിക്കൊണ്ടൊരു ആവശ്യമില്ലാതെ അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കസ്റ്റമറിനെ. ആൻഡ് മിനു ആണെങ്കിൽ അയാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കസ്റ്റമർ ഒരു വിധത്തിലും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. ആ ടൈമിൽ നമ്മുടെ വാമ്പയർ പെട്ടെന്ന് കയറി വന്നിട്ട് പറയുവാണ്, അതായത് കോഫിക്കല്ല പ്രശ്നം, നിങ്ങളുടെ മാനേഴ്സിനാണ് പ്രശ്നം, അത് നിങ്ങളുടെ മാനേഴ്സ് ശരിയാക്കാൻ. ആ ടൈമിൽ പെട്ടെന്ന് നമ്മുടെ കസ്റ്റമർ പറയുവാണ്, അതിന് നീ ആരാ ഇതൊക്കെ എന്നോട് പറയാം, നീ ആരാ നിനക്ക് അറിയോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ വാമ്പയർ പറയുവാണ്, ഞാനും ഇവിടുത്തെ ഒരു പാർട്ട് ടൈം ജോബ് തന്നെ ചെയ്യുന്ന ഒരാളാണ്, ഞാൻ മിനുവിന്റെ കസിൻ ആണെന്നും പറയുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ഇയാൾക്ക് നല്ലോണം ദേഷ്യം വരുന്നു. ജസ്റ്റ് ഒരു പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ആള് തന്നെ ഉപദേശിക്കാൻ വരുന്ന എന്ന രീതിയിൽ ഇയാൾ പറഞ്ഞു, ഇത് ഞാൻ ഇപ്പൊ കംപ്ലൈന്റ് ചെയ്യും, നിന്റെ മാനേജറിനെ വിളിക്ക്, ഇങ്ങനെയൊക്കെയാണോ കസ്റ്റമേഴ്സിനോട് ബിഹേവ് ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് അറിയണമെന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മീനു പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കരുത്, ഞാൻ നിങ്ങളുടെ റീഫണ്ട് ചെയ്യാം, നിങ്ങൾക്ക് തിരിച്ച് പൈസ തരാന്ന് പറയുമ്പോൾ ഇയാൾ, എനിക്ക് നിന്റെ പൈസ വേണ്ട, ഒരു കോപ്പം വേണ്ട, എനിക്കിപ്പോൾ മാനേജറിനെ കാണണം, നിന്റെ ജോലി കളഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ, അതിന്റെ കൂടെ തന്നെ നിന്നെ ഒരു ഏജൻസിയിലും അല്ലെങ്കിൽ ഒരു കോഫി ഷോപ്പ് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്നെ എടുക്കാത്ത രീതിയിൽ എനിക്ക് നമ്മുടെ കസ്റ്റമർ ഏജൻസി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്, അതായത് അതിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യും എന്നും പറഞ്ഞിട്ട് ഇവൻ ഫോൺ എടുക്കുമ്പോൾ നമ്മുടെ വാമ്പയർ പെട്ടെന്ന് അവരുടെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, നീ എവിടെ കംപ്ലൈന്റ് ചെയ്യാൻ പോകുന്നില്ല, ഇനി ഒരു സെക്കൻഡും കൂടെ നീ ഇവിടെ നിൽക്കുവാണെങ്കിൽ നീ ഒറ്റ കയ്യിലായിരിക്കും ഇവിടുന്ന് പോവുക എന്നും പറഞ്ഞിട്ട് വാമ്പയർ ഇയാളുടെ കണ്ണിലേക്ക് തന്നെ നോക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മളെ കാണിക്കുന്നുണ്ട് നമ്മുടെ വാമ്പയറിന്റെ കണ്ണ് എന്തോ ഒരു റെഡ് ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് ഓൾസോ അതിന് അയാളുടെ കണ്ണ് റിഫ്ലക്ട് ആവുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വാമ്പയർ അയാളെ ഹിപ്നോട്ടൈസ് ചെയ്തു, അതുപോലത്തെ എന്തോ സംഭവം ചെയ്തു. ആൻഡ് ഇയാൾ എന്താ പെട്ടെന്ന് മറന്നുപോയി ഇയാൾ എന്താ ചെയ്തുകൊണ്ടിരുന്നേന്ന്. എന്നിട്ട് ഇയാൾ പറഞ്ഞു, ശരി ഞാൻ എന്നാ പിന്നെ പോയേക്കോന്ന് പറഞ്ഞുകൊണ്ട് ബാക്ക് ടു നോർമലായി ഇയാൾ പോവാണ്. ആ ടൈമിൽ നമ്മുടെ മിനുവിൻ്റെ സമാധാനം ആവുന്നുണ്ട്. എന്നിട്ട് മിനു പെട്ടെന്ന് നമ്മുടെ വാമ്പയറിനോട് പറയുക, നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, കസ്റ്റമേഴ്സിനോട് ഇങ്ങനെയൊന്നും ഇതാക്കാൻ പാടില്ല, നീ പെട്ടെന്ന് തന്നെ പിടിക്കപ്പെടും എന്ന് പറയുന്നു. ആൻഡ് ആ ടൈമിൽ നമ്മുടെ വാമ്പയർ പറയുന്നു, നീ എൻ്റെ കാര്യം വിട്, ആദ്യം സ്വന്തമായിട്ട് വേദന എടുക്കരുത്, ഹേർട്ട് ആവാണ്ട് നോക്ക്, അത് എനിക്ക് ഇഷ്ടമല്ല എന്ന് വാമ്പയർ പറയുന്നു. ആ ടൈമിൽ മിനുവിൻ്റെ ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട്. ആൻഡ് മിനു പറയുന്നുണ്ട്, ആൻഡ് താങ്ക് യു, രക്ഷിച്ചതിന് താങ്ക് യു, പക്ഷേ ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത്, നല്ല കുട്ടിയായിട്ട് അടങ്ങി മിണ്ടാണ്ട് ഒരു ഭാഗത്തിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ വാമ്പയർ ആണെങ്കിൽ മിനുവിൻ്റെ നേരെ വന്ന് നിന്നിട്ട് ചോദിക്കുവാണ്, ഞാൻ ഇതുപോലെ മിണ്ടാൻ നിന്നാൽ മതിയോ എന്ന്. ആൻഡ് അവിടെ കൊണ്ട് ആ സീൻ കട്ടാവുകയാണ്. അടുത്ത സീനിൽ നമ്മുടെ മിനു ആണെങ്കിൽ കസ്റ്റമേഴ്സ് എല്ലാം പോയി കഴിഞ്ഞിട്ട് ആ സ്ഥലമൊക്കെ വൃത്തിയാക്കും, അതായത് ടേബിളും എല്ലാ കാര്യങ്ങളും വൃത്തിയാക്കിയിടുവാണ്. നമ്മുടെ വാമ്പയർ അറ്റത്ത് നിൽപ്പുണ്ട്. ആൻഡ് നമ്മുടെ ഓണർ, കഫേയുടെ ഓണർ വന്നിട്ട് പറഞ്ഞു, ഇന്ന് കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നടന്നു, ഓൾ താങ്ക്സ് ടു യു മിനു ആൻഡ് നിന്റെ കസിൻ, പെട്ടെന്ന് കാര്യങ്ങളെല്ലാം പഠിച്ചു. പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ഒത്ത ആൾ കുറച്ച് കോൾഡാണ്, കാരണം ഷെയ്ക്കാൻഡ് കൊടുത്തില്ലായിരുന്നു, സ്റ്റാർട്ടിങ്ങിൽ വലിയ മിണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ആൾക്കാരെല്ലാം നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്തു, വളരെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങളൊക്കെ നടന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്കൊരു കമ്പനി ഡിന്നർ, അതായത് ഒരു പാർട്ടി ഡിന്നർ പോലത്തെ ഒരു സംഭവം വെക്കാന്ന്. അപ്പൊ നമ്മുടെ വാമ്പയർ മിനുവിനോട് ചോദിക്കുന്നുണ്ട്, അതെന്താ സംഭവം. അപ്പൊ നമ്മുടെ മിനു പറയുന്നു, അതായത് ഇത് നമ്മുടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാം കൂടി ഒരു ജസ്റ്റ് ഒരു ഡിന്നർ, ആൻഡ് അതിൽ ആൽക്കഹോൾ ഉണ്ടാവും, മീറ്റ് ഉണ്ടാവും, ചിക്കൻ ഉണ്ടാവും. അപ്പൊ നമ്മുടെ വാമ്പയറും ഓക്കെ ഞാൻ മതി, നല്ല രസമാണ്, നമുക്ക് കൂടാം എന്നും പറയുന്നു. ആൻഡ് ഇത് കഴിഞ്ഞ് കാണിക്കുന്നത് രാത്രിയിലാണ്, ഇവരെല്ലാം ഒന്നിച്ച് ഡിന്നറിന് ഇരിക്കുവാണ്. ആ ടൈമിൽ നമ്മുടെ വാമ്പയർ ആണെങ്കിൽ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ലെഗ് പീസും പിടിച്ചുകൊണ്ട് ഒരുമാതിരി അത്ഭുത ജീവിയെ നോക്കുന്ന പോലെ അതിൽ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ആൻഡ് മിനു പറയുന്നുണ്ട്, പിന്നെ നീ ഇന്ന് അതിൻ്റെ ചന്തം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇതൊക്കെ പിന്നെ നീയല്ലേ മീറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതെ അത് ചിക്കനാണ്, നീ തിന്നു നോക്ക്, ചിക്കൻ എന്താ ഇറച്ചി വിഭാഗത്തിൽപ്പെട്ട സാധനമല്ലേ, അതെന്തോന്ന് പച്ചക്കറിയാ, നീ കടിച്ചു വെച്ച് തിന്നു, നല്ല ടേസ്റ്റാന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ വാമ്പയർ കഴിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഹ്യൂമൻസ് ഇത്ര ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തിന്നുന്നത്, ഇതൊക്കെ പച്ചക്കയെ പിടിച്ച് വിഴുങ്ങണ്ടേ, അതിനല്ലേ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മിനു ആണ്, നീ മിണ്ടാണ്ട് തിന്നുന്നത് ഹ്യൂമൻ വേൾഡ് ആണ്, നിന്റെ വാമ്പയർ വേൾഡ് അല്ല, മിണ്ടാണ്ട് കഴിക്കാൻ പറയുന്നുണ്ട്. ആൻഡ് ആ ടൈമിൽ നമ്മുടെ മുതലാളി കയറി വരുന്നുണ്ട്. ആൻഡ് ഈ പുള്ളി വന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് എൻ്റെ വക ഒരു സ്പെഷ്യൽ സോജു, അതായത് ഇവരുടെ അവിടെ ഈ ആൽക്കഹോൾ പോലത്തെ സാധനമാണ്, ഇത് ഇയാൾ തന്നെ മാറ്റിയതാന്ന് തോന്നിയത്, അയാൾ ഭയങ്കര അതിനെപ്പറ്റി പുകഴ്ത്തിയൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഇത് ഒഴിച്ചിട്ട് നമ്മുടെ വാമ്പയറിന് കൊടുക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ വാമ്പയർ ഇത് മണത്ത് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, ഇതിന് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ലാണല്ലോ, ഇനി ഇതുപോലെ പോയിസൺ ആണോ, നീയൊക്കെ എന്നെ പോയിസൺ എടുപ്പിക്കാൻ നോക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മിനു പറയുന്നുണ്ട്, ഇത് കഴിച്ചാൽ നിങ്ങൾ മരിച്ചൊന്നും പോകാൻ പോകുന്നില്ല, ധൈര്യമായിട്ട് കഴിച്ചു എന്ന് പറയുന്നുണ്ട്. ആൻഡ് നമ്മുടെ വാമ്പയർ ആണെങ്കിൽ സംശയത്തോടെ ആണെങ്കിലും എടുത്ത് കുടിക്കുന്നുണ്ട്. കുടിച്ചു കഴിയുമ്പോഴത്തേക്കും വാമ്പയറിനതൊക്കെ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നു. ആൻഡ് ഭയങ്കരമായിട്ട് മെടമണാന്ന് കുടിക്കുന്നുണ്ട്. പിന്നെ അവിടെ കട്ട് ചെയ്ത് കാണിക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. നമ്മുടെ വാമ്പയറും നമ്മുടെ മൊയിലാളിയും, അതായത് കഫേയുടെ ഓണറും വല്ലാണ്ടങ്ങ് പൂസായി. ബട്ട് നമ്മുടെ മിനു കുടിച്ചിട്ടില്ല, അവനറ്റത്ത് വെറുതെ ഇങ്ങനെ ഇരിക്കുവാണേ. ആൻഡ് നമ്മുടെ വാമ്പയർ ആണെങ്കിൽ കുടിച്ച് കഴിഞ്ഞ് പുള്ളി ഇങ്ങനെ വരുന്നുണ്ടല്ലോ. ആൻഡ് വാമ്പയർ പറയുന്നുണ്ട്, നിങ്ങൾ ഹ്യൂമൻസ് എല്ലാം ഭയങ്കര ഇതാണ്, ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ മൊയിലാളിയുടെ കണ്ണിൽ ഇവ ഹ്യൂമൻ ആണല്ലോ. മൊയിലാളിയുടെ വിചാരം ഈ സാധനം, പുള്ളിയുടെ സാധനം അടിച്ചിട്ട് നല്ല കിറുക്ക് വെച്ചിട്ട് ഇവൻ സംസാരിക്കുന്നതാണ്. ആൻഡ് മുതലാളി പറഞ്ഞു, എൻ്റെ സാധനത്തിന് ഇത്രയ്ക്ക് പവറോ എന്ന രീതിയിൽ നമ്മുടെ മുതലാളി അഭിമാനത്തോടെ ഇരിക്കുന്നുണ്ട്. ആൻഡ് അതിൻ്റെ കൂടെ നമ്മുടെ മുതലാളി പറയുന്നുണ്ട്,
നിന്റെ ഈ ഒരു കസിൻ മീനു ഉണ്ടല്ലോ, ഇവൻ സാധാരണ എങ്ങനെയാന്ന് വെച്ചാൽ അധികം ആരോടും ഒന്നും സംസാരിക്കാറില്ല, മിണ്ടാതെ മോന്തേ വീർപ്പിച്ചിരിക്കലാന്ന് പതിവ്. ജോലി പഠനം എന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ. ഇന്നാണ് ഞാൻ ഇവരെ ഒന്ന് ചിരിച്ചു കണ്ടത്. അതിന്റെ ക്രെഡിറ്റ് ഫുള്ള് നിനക്കാണ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മീനു അപ്പുറത്ത് നിന്ന് ചിരിക്കുന്നുണ്ട്. ചിരിച്ച് നല്ല രീതിയിൽ പണിയെടുത്തത് ഞാൻ, എന്നിട്ട് അതിന്റെ ക്രെഡിറ്റും ഇവനാണല്ലോ എന്നുള്ള രീതിയിൽ. ആൻഡ് നമ്മുടെ വാമ്പയർ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നിന്നിട്ട് ചിയേഴ്സ് ടു ദ ഹ്യൂമൻ വേൾഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മുതലാളിക്കാണെങ്കിൽ അങ്ങ് കോരി തിരക്കും, ദൈവമേ എൻ്റെ ഐറ്റത്തിന് ഇമാതിരി പവർ എന്നുള്ള രീതിയിൽ. ആൻഡ് നമ്മുടെ വാമ്പയർ പതുക്കെ മിനുവിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ കുടിക്കുന്നില്ലേ, നീ എന്നാ കുടിക്കാതെ, നല്ല സാധനമാണ് എന്ന് പറയുമ്പോൾ മിനു പറഞ്ഞു, ഇത് ആദ്യമായിട്ട് കുടിക്കുന്നതുകൊണ്ടാണ്, ഇതിൻ്റെ ഹാങ് ഓവർ അറിയണമെങ്കിൽ നാളെ ആവും, നാളെ നല്ല രസമായിരിക്കും, പക്ഷേ എനിക്ക് അതിനുള്ള പറ്റത്തില്ല, എനിക്ക് നാളെ പഠിക്കാൻ ക്ലാസ്സിനും പോകണം, അതിന് എനിക്കിതുപോലെ പണിക്ക് വരണം, തലവേദന എടുത്തൊരു മൂലയ്ക്ക് കിടക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ കുടിച്ചെന്ന് പറയുന്നുണ്ട്. ആൻഡ് നമ്മുടെ വാമ്പയർ എന്താക്കുന്നത്, കുറേ കുടിച്ചു കഴിഞ്ഞപ്പം ആളുടെ കിളിയെല്ലാം അങ്ങ് പോയി അങ്ങ് മത്ത് പിടിച്ച് നേരെ നമ്മൾ മിനുവിന്റെ ഷോൾഡറിലേക്ക് കിടക്കുവാണ്. അപ്പോഴത്തേക്കും മീനു, ആഹാ നല്ല വാമ്പയർ, രണ്ട് ഗ്ലാസ് അടിച്ചപ്പോൾ തന്നെ ബോധം പോയല്ലോ എന്ന രീതി നമ്മുടെ മീനു ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ വാമ്പറിനെയും കൊണ്ട് മിനു വീട്ടിലേക്ക് പോകുന്നതാണ്. വാമ്പർ ആണെങ്കിൽ മിനുവിനെയും കെട്ടിപ്പിടിച്ച് മിനുവിന്റെ ഷോൾഡറിലേക്ക് കിടന്നുകൊണ്ട് ഇങ്ങനെ ചാരി ചാരി നടന്നു പോകുന്നത്, തന്നെ നടക്കാൻ പോലും പറ്റുന്നില്ല നമ്മുടെ വാമ്പയറിന്. നമ്മുടെ വാമ്പയർ ഇങ്ങനെ മന്ദം ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ വാമ്പയർ ആണെങ്കിൽ മിനുവിനോട് പറയുന്നുണ്ട്, ഞാൻ മീറ്റ് ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഹ്യൂമൻ ആണ് നീ എന്ന് പറയുന്നുണ്ട്. സംഭവം ആൾക്ക് ബോധമൊന്നുമില്ല, ഇങ്ങനെ ഉൾമനസ്സിൽ നിന്ന് വരുന്നതാണ്. ആൻഡ് മിനു ഇയാളെയും കൊണ്ട്, അതായത് നമ്മുടെ വാമ്പയറിനെയും കൊണ്ട് ഇങ്ങനെ നടന്നു പോവാ. പെട്ടെന്ന് വാമ്പയർ പറഞ്ഞു, ദാ ഷൂട്ടിംഗ് സ്റ്റാർ പോകുന്നു എന്ന് പറയുമ്പോൾ മിനു വേഗം നോക്കുമ്പോൾ കാണുന്നില്ല ഷൂട്ടിംഗ് സ്റ്റാറിനെ. എവിടെയെന്ന് പറയുമ്പോൾ വാമ്പയർ വിഷ് പറ എന്ന് പറഞ്ഞിട്ട് വാമ്പയർ എന്താ വിഷ് പറയുന്നുണ്ട്. ആൻഡ് മിനു, ഞാൻ കണ്ടില്ലടോ എന്ന് പറയുമ്പോഴത്തേക്ക് മിനു പറഞ്ഞ, നീ കാണണ്ട, ഞാൻ കണ്ടു എന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞു ഇവരിങ്ങനെ ദൂരേക്ക് നടന്നു പോകുമ്പോൾ ബാക്കിലായിട്ട് നമ്മളൊരു കൈ കാണിക്കുന്നത്, അതായത് ആരും ഇവരെ സൂക്ഷ്മമായിട്ട് ഒബ്സർവ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതോടുകൂടി എപ്പിസോഡ് 3 ഇവിടെ എൻഡ് ചെയ്യുവാണ്. നമ്മുടെ ഇന്നത്തെ എക്സ്പ്ലനേഷൻ വീഡിയോയുടെ ഡ്യൂറേഷൻ കുറച്ച് കുറവായിരിക്കും. അപ്പം നിങ്ങൾ ഓർക്കാം, ഞാൻ കുറേ സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും പറയാം, ഒരു ഡ്രാമ എന്ന് പറഞ്ഞ 1 മണിക്കൂറൊക്കെ ഉണ്ടല്ലോ എന്ന്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കൊറിയൻ BL സീരീസ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു മിനി BL സീരീസ് ആണെന്ന് തോന്നുന്നു. ഇതിന്റെ സാധാരണ എപ്പിസോഡ്സ് തന്നെ 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംഭവങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ എപ്പിസോഡ് 4ന്റെ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഓൾസോ സബ്സ്ക്രൈബും ചെയ്യുക. ആൻഡ് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.